സാജുവിലേക്ക് വരാം. ഇപ്പോൾ വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ എന്തുകൊണ്ട് ഇപ്പം ഞാൻ ഇതിൽ കക്ഷിയാകേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇടപാട് പോലും നടത്തിയിട്ടില്ല. എങ്ങനെ എന്നെ വിശ്വസ്തനായ ഒരു സഹപ്രവർത്തന ട്രഷററാണ്. എന്നാൽ എന്നോട് ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം എന്നോട് സൂചിപ്പിക്കണം, പറയണം. ഒന്നും ഒരു കത്ത് എഴുതി വെച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാനും അതിൽ ബലിയാടാകുക. 54 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന ഒരു നേതാക്കൾക്കും അറിയാൻ പറ്റില്ല. ഒരു റുപ്യ അപ്പച്ചൻ വാങ്ങിയെന്ന് ആരും പറയില്ല. എൻ്റെ സ്വത്തും എൻ്റെ ഭൂമിയും മറ്റു സാധനങ്ങളൊക്കെ വിറ്റിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും അറിയാം, വയനാട്ടിലെ ആൾക്കാരൊക്കെ അറിയാം കാര്യങ്ങളൊക്കെ. 100% സത്യസന്ധമായിട്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. എനിക്ക് വലിയ സമ്പത്തുമില്ല, സ്വത്തുമില്ല, ഒന്നുമില്ല. നിയമപരമായി നേരിടും. നേരിടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ ഈ KPC സമിതിയുടെ കുടുംബം ഞങ്ങൾ പാർട്ടിയിൽ അച്ഛൻ വിശ്വസിച്ച പാർട്ടിയിൽ വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോൾ ഇങ്ങനെ കേസെടുക്കുന്നത് അവിടെ ഒരു ഒത്തുതീർപ്പായതിന്റെ പിന്നാലെ വീണ്ടും അങ്ങനെ തോന്നുന്നു. അതിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട മരിക്കുന്ന ആൾക്കാർ ഇടപെട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലാതെ വരാൻ വഴിയില്ല. ഇന്നലെ അവർ നമ്മുടെ കമ്മീഷൻ്റെ ആൾക്കാർ 4 ആൾക്കാർ വന്നു, കണ്ടു, സംസാരിച്ചു, അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടു. അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് അവർ പറയുകയും ചെയ്തതാണ്. ആ പറഞ്ഞ സാഹചര്യത്തിൽ പിന്നീട് അതിന് മുകളിൽ വേറെ ഒരു നമ്മുടെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിലേക്ക് ഗവൺമെൻറ് പോകുന്ന സമീപനം എടുക്കുകയാണെങ്കിൽ പ്രയാസമില്ല. ഒക്കെ ആണ് വിജയൻ്റെ കുടുംബത്തിനൊപ്പം തന്നെ പാർട്ടി. അന്നേരം അവർ വന്ന 4 ആൾക്കാരും ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അവർ പറയുകയും ചെയ്തു, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്ന പാർട്ടിയിൽ ഞങ്ങളുണ്ടാവുള്ളൂ, വേറൊരു പാർട്ടി ഞങ്ങൾ മാറിപ്പോവില്ല. പലരും പറഞ്ഞ പ്രലോഭനങ്ങൾ നടത്തുന്നുണ്ട്. അതിനൊന്നും ഞങ്ങളെന്തായാലും വീഴാൻ പോകുന്നില്ല. ഇത്തരം കാര്യത്തിൽ നിയമമായി പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ലാത്തൊരു കേസ് കെട്ടിച്ചമച്ച് നമ്മളെയൊക്കെ പ്രതിയാക്കുക. എൻ്റെ പൊതുജീവിതം 54 വർഷത്താണ് നഷ്ടപ്പെട്ടത്. ഈ 54 വർഷത്തിനിടയ്ക്ക് ഒരു ഓട്ടമുക്കാൽ ഞാൻ വാങ്ങിയെന്ന് ഒരു മനുഷ്യൻ പറഞ്ഞില്ല ഒരാൾ, ഒരു കാര്യത്തിലും. അപ്പം അങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾ എൻ്റെ ഈ അവസാനത്തെ കാലഘട്ടത്തിൽ ഞാനത് എന്നെ മോശമാക്കാൻ ഞാൻ നിൽക്കൂ? ഒരു വിവരമില്ല എനിക്ക്. ഞാനുമായിട്ടൊരു ബന്ധപ്പെട്ട കാര്യമല്ല ഇത്, ഒരു കാര്യമില്ല. അത് പൈസ കൊടുത്തു എന്ന് പറഞ്ഞ ആളെ പോയി കണ്ടു, അവിടെ പിന്നെ നിങ്ങളെ ചാനലുകാർ കണ്ടു, പത്രക്കാർ കണ്ടൊക്കെ ചോദിച്ചല്ലോ. ഞാൻ അയാൾ പറഞ്ഞല്ലോ, ഞാൻ എന്നെ വിജയനെ വീട്ടിൽ കൊണ്ടുപോയി 10 ലക്ഷം രൂപ കൊടുത്തു എൻ്റെ മകന് ജോലി തരാമെന്ന് പറഞ്ഞിട്ട്. ഇതിലും ഇടപെട്ടിട്ടില്ല. ഒരു ഇടനിലക്കാർ ഇക്കാര്യത്തിലില്ല. വിജയനെ എനിക്കറിയാം. അയാൾ പഴയ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെയാണ് സംസാരിച്ചത് അവരൊക്കെ. എന്തോ അല്ല, പോലീസ് നടപടി അവരവരുടെ ഭാഗമായിട്ട് എടുക്കുമല്ലോ. ഇവിടെ ഇപ്പം നടക്കുന്നതെല്ലാം അങ്ങനെയല്ലേ. ഇപ്പം കണ്ടില്ലേ, അൻവറിനെ കണ്ടില്ലേ. ഇത് സമയം എടുത്ത് ചെയ്യാമല്ലോ കാര്യങ്ങളൊക്കെ. വേണമെങ്കിൽ കുറ്റക്കാരാണ് ശിക്ഷിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. നീതിക്ക് മുമ്പിൽ നമ്മൾ നീതികേടൊന്നും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഞാൻ എൻ്റെ ഭാഗത്ത് അങ്ങനെ വീഴ്ച തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്യട്ടെ. എനിക്കതിൽ പ്രയാസമില്ല കാര്യത്തിൽ. ഞാൻ 100% ഒരു ദൈവവിശ്വാസിയാണ്. കാര്യത്തിൽ ആ രൂപത്തിലേ മുന്നോട്ട് പോകില്ല എന്തായാലും. ഒരു കത്ത് പുറത്തു വന്നതിലൂടെ താൻ ബലിയാടാവുകയാണ് ചെയ്യുന്നത്. താൻ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടും തന്റെ പേരിൽ നടന്നിട്ടില്ല. അന്നും ഇന്നും സത്യസന്ധമായി തന്നെയാണ് പ്രവർത്തിച്ചതും ജീവിച്ചതും എന്നാണ് വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ